ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മൻ ദേവമംഗലത്ത് നിന്ന് കൃഷ്ണമംഗലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ദേവമംഗലത്തുള്ള ആരുമായും തനിക്കിനി ഒരു ബന്ധവുമില്ല എന്ന് ധർമ്മൻ തീർത്ത് പറഞ്ഞിരിക്കുക. ഇത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതന് സന്തോഷമാകുന്നുണ്ടെങ്കിലും ധർമ്മനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അച്യുതൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അലോകും രാജശ്രീയും മാത്രമുള്ളപ്പം അച്യുതൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പം രാജശ്രീ പറയും, എങ്കിലും അച്ചുവേട്ടനൊന്ന് നോക്കിക്കേ, കറക്റ്റ് സമയത്ത് തന്നെ സുകന്യയും ധർമ്മനും പിണങ്ങി ഇറങ്ങിയത് എന്തുകൊണ്ട് നന്നായി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അനുശ്രീയെ ഒഴിവാക്കാൻ ഇത് നമുക്കൊരു കാരണമാക്കി മാറ്റിയാലോ എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിക്കും. അത് കേൾക്കുന്ന അച്യുതൻ പറയും, അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇതൊരു കാരണമാക്കി മാറ്റി നമുക്ക് അനുവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഏട്ടൻ കൊണ്ടുവന്ന ആ ആലോചന ഉണ്ടല്ലോ കോടീശ്വരന്റെ മക്കളുടെ, അത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്ന് പറയാൻ കേട്ടോ അച്യുതൻ. പക്ഷെ ധർമ്മൻ അവനെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. അതെന്തേട്ടാ അങ്ങനെ പറയുന്നത് എന്ന് രാജശ്രീ ചോദിക്കാം. അതോ, അവൻ ഇത്രയും വർഷം ജീവിച്ചത് ദേവമംഗലത്താ. ഗോമതിക്കും ആ ബാലനും എതിരായിട്ട് ഒരു വാക്കുപോലും ഉച്ചരിക്കാത്തവൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇനി ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും അയാളുടെ മകളുടെ ക്ഷേമം അറിയാനും വേണ്ടി സുകന്യയും ധർമ്മനെയും ഇവിടേക്ക് താമസം മാറ്റിയതാണെങ്കിലോ എന്ന് ചോദിക്കുക. അങ്ങനെ ആകില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുകന്യ നമ്മളോട് പറയത്തില്ലേ എന്ന് ചോദിക്കുക. സുകന്യയും അറിയാതെയുള്ള എന്തെങ്കിലും ഒരു അടവാണ് ഇതെങ്കിലോ? ധർമ്മനും ബാലനും തമ്മിലുള്ള ഒത്തുകളി. കൊച്ചച്ഛൻ കരഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്തു നിന്നും അത്രയ്ക്കും വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ട് തന്നെയാണ് കൊച്ചച്ഛൻ ദേവമംഗലം ഉപേക്ഷിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ദേവമംഗലം ഉപേക്ഷിച്ച് ഇവിടേക്ക് കൊച്ചച്ഛൻ വരത്തില്ല എന്ന് പറയണം. അപ്പോൾ അച്യുതൻ പറയും, നീ പറയുന്നതിലും കാര്യമുണ്ട്, എങ്കിലും അവനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും അറിയുകയാണ് നമ്മുടെ ദേവമംഗലത്ത് വെച്ചുണ്ടായ പ്രശ്നം. ഇത് കേൾക്കുമ്പം ഇന്ദ്രാമിക്കും ഒരുപാട് സങ്കടം വരും. ഇന്ദ്രാമയ്ക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ബാലനും കോമതിയും തൻ്റെ മകനെ തെറ്റുകാരനാക്കിയോന്ന്. അമ്മേ, ഞാൻ പറയുന്നത് സത്യവാ. ചേച്ചി പോലും ഒരക്ഷരം മറുത്തു പറഞ്ഞില്ല. എന്നെ കൂടുതൽ വേദനിപ്പിച്ചത് അതാ എന്ന് പറയാണ്. അവളുടെ ഭർത്താവിൻ്റെ ഭാഗത്തല്ലേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അപ്പം ഇന്ദ്രാമ ഗോമതിയെ പറ്റി പറയാൻ കേട്ടോ. ബാലൻ ചിലപ്പം ഒന്നും മനസ്സ് കരുതി ആയിരിക്കില്ല നിന്നോട് അങ്ങനെ സംസാരിച്ചത്. നീ തെറ്റ് ചെയ്തെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുക. വേണ്ടമ്മേ, തെറ്റ് ചെയ്തെന്ന് അളിയൻ നേരിട്ട് പറഞ്ഞില്ല. പക്ഷേ ഈ വാച്ച് മേടിക്കാൻ കാശ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അതിനർത്ഥം എന്താ അമ്മേ? ഒരു 25,000 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരു ദരിദ്രവാസിയായിട്ടാണ് അളിയൻ എന്നെ കാണുന്നതെന്നല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രാമയ്ക്കും അതിന് മറുപടിയില്ല. അപ്പോൾ ഇതും കേട്ടോണ്ട് വരുന്ന അച്യുതൻ പറയും, അമ്മ എന്തിനാ ഇനിയും ആ ഗോമതിയെയും ബാലനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അമ്മയുടെ മക്കളെ ഞങ്ങളാ. ഇപ്പം തന്നെ ധർമ്മനെ എന്തുമാത്രം വേദനിപ്പിച്ച ബാലനും കോമതിയും ആ വീട്ടിൽ നിന്ന് ഒരു പട്ടിയെ പോലെ അടിച്ചിറക്കി വിട്ടത്. അല്ലെങ്കിൽ തന്നെ ഞാനും ഏട്ടനും എപ്പോഴും ഇവനോട് പറയുന്നതല്ലേ, ബാലൻ്റെ കടയിലെ വെറും ഒരു തൊഴിലാളി മാത്രമാണ് ഇവനെന്ന്. കൂലി കൊടുക്കേണ്ടാത്തൊരു തൊഴിലാളി. ആ ജോലി ഇത്രയും വർഷം വൃത്തിയും വെടുപ്പുമായിട്ട് ഇവൻ ചെയ്തു. അവസാനം ഇവന് കിട്ടിയത് എന്താ? കള്ളൻ എന്ന പേര് എന്ന് പറയാം. അപ്പോൾ അനന്തൻ അത് കേട്ടോണ്ട് അങ്ങോട്ട് വരിക. ധർമ്മ, ഇനിയിപ്പം നീ ഞങ്ങളുടെ കൂടെ തന്നെ കൂടിക്കോ എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ സുകന്യയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക. കാരണം കൃഷ്ണമംഗലത്തെ വരുമാനത്തെ പറ്റിയൊക്കെ സുകന്യയ്ക്ക് ധാരണയുണ്ടല്ലോ. അപ്പം അച്ചുവേട്ടൻ്റെയും അനന്തേട്ടൻ്റെയും കൂടെ ധർമ്മേട്ടനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളിലെല്ലാം ധർമ്മേട്ടനും പങ്കാളിയാകും എന്നൊക്കെ മനസ്സ് ചിന്തിക്കുക. അത് കേൾക്കുന്ന ധർമ്മം പറയൂട്ടോ, വേണ്ടേട്ടാ, എനിക്ക് ഈ ബിസിനസ്സും കച്ചവടവും ഒന്നും പറ്റിയ മേഖലയല്ല. എനിക്കതൊട്ട് അറിയത്തുമില്ല. എനിക്കാകെ അറിയാവുന്നത് പലചരക്ക് കടയിലെ ജോലിയാ എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, കണ്ടില്ല ചേട്ടാ, ഇവൻ പറയുന്നത് ആ ബാലൻ അവൻ്റെ കൂടെ നിർത്തി ഇവനെ വെറും ഒരു പൊട്ടനാക്കി മാറ്റിയിരിക്കുക. പലചരക്ക് കടയിൽ മാത്രം ജോലി ചെയ്യാൻ ഇവൻ അറിയത്തുള്ളൂ. അവൻ്റെ മക്കളെപ്പോലെ നല്ല വിദ്യാഭ്യാസം വല്ലതും ഇവന് കൊടുത്തോ എന്ന് ചോദിക്കാം. അപ്പം അത് കേൾക്കുന്ന അനന്തം പറയും, നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പലചരക്ക് കട നിനക്ക് ഇട്ടുതരാം. നിന്റെ സ്വന്തം കട, നിന്റെ ഇഷ്ടം പോലെ നീ ഇത് നടത്തിക്കോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ നല്ലൊരു ഐഡിയ ആണെന്ന് നമ്മുടെ ധർമ്മനും തോന്നുക. തനിക്ക് അറിയാവുന്ന തൊഴിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ധർമ്മനും തീരുമാനിക്കുക. അപ്പം സുകന്യ പെട്ടെന്ന് ധർമ്മനോട് പറയും, അല്ല ധർമ്മേട്ടാ, ഈ പലചരക്ക് കട നോക്കി നടത്തുന്നതിനേക്കാൾ നല്ലത് അച്ചുവേട്ടൻ്റെയും അനന്തേട്ടൻ്റെയും കൂടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നതല്ലേ. ഇതൊക്കെ പതിയെ പതിയെ പഠിച്ചെടുത്ത മതിയല്ലോ എന്ന് ചോദിക്കുക. വേണ്ട, അതൊക്കെ ഏട്ടന്മാർ തന്നെ നോക്കി നടത്തിക്കോട്ടെ. ഇത്രയും വർഷം അവർ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയത്. ഇനിയും അതങ്ങനെ മതി. എനിക്കറിയാവുന്ന തൊഴിൽ പലചരക്ക് കടയിലെ ജോലിയാണ്. അതുകൊണ്ട് ഒരു കട ഇട്ട് തന്നാൽ ഞാൻ അത് നന്നായിട്ട് നോക്കി നടത്തിക്കോളാം എന്ന് പറയാം. അപ്പം അത് കേൾക്കുന്ന ഇന്ദ്രമ്മ പറയും,
അനന്ത, ഇവനൊരു കടയിട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നിട്ട് എത്രയും വേഗം ഒരു കടയിട്ട് കൊടുക്കുകയും വേണം. ഇനിയിപ്പം സ്വന്തം കട നോക്കി നടത്തി അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാം. അപ്പം അച്യുതൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു പോവാം. അപ്പം അച്യുതൻ പറയും, ആ ഏട്ടാ, ധർമ്മനൊരു കടയിട്ട് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. എന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയാം. അപ്പം അത് കേൾക്കുന്ന അനന്തം പറയും, ധർമ്മ, നിനക്ക് കട എങ്ങനെ വേണം, എവിടെ വേണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ഇവനുമായിട്ട് പറഞ്ഞോളൂ. ഇവൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. നിനക്ക് കട തുടങ്ങുന്നതും വരെ നീ എൻ്റെ കൂടെ കൂടിക്കോടാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു കട എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ് നമ്മുടെ ധർമ്മൻ. ഈ സംഭവങ്ങളൊക്കെ ഉടനെ നടക്കും എന്നല്ല കേട്ടോ, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റം വന്നിരിക്കാം. എങ്കിലും നമ്മുടെ ധർമ്മൻ കടയിടുന്ന എപ്പിസോഡുകളൊക്കെ കഥയിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അങ്ങനെ ധർമ്മൻ കടയിടുന്ന കാര്യം ദേവമംഗലത്തുള്ളവരും അറിയുക. അതറിയുമ്പം അവർ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ധർമ്മൻ തന്നിൽ നിന്നും കൂടുതൽ അകന്നു പോവാണ് എന്ന് മനസ്സിലാക്കുന്ന ഗോപതിക്ക് ഒരുപാട് സങ്കടം വരിക. കുഞ്ഞിലെ തൻ്റെ കൈ പിടിച്ച് കൃഷ്ണമംഗലത്തെ പടിയിറങ്ങി വന്നവനാണവൻ. അവൻ ഇന്ന് തന്നെ അത്ര വേഗം മറന്നു എന്നൊക്കെയുള്ള ചിന്ത വരിക. അതുകൊണ്ട് തന്നെ ധർമ്മനെ പറ്റി വിചാരിക്കുമ്പോഴൊക്കെ ഗോമതിക്ക് ഒരുപാട് സങ്കടം വരിക. ധർമ്മനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഗോമതിയെ കാണുന്ന മീനു അടുത്ത് വന്ന് ചോദിക്കും, അമ്മ ഇനി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? അമ്മ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് പോയി ആരും മാമനെ വിളിക്കണ്ടെന്ന്, അച്ഛൻ വിളിച്ചാലേ അവൻ വരുവോളെന്ന്. എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? മാമനെ കാണാൻ പറ്റുന്ന ദൂരത്തല്ലേ അവരുള്ളത് എന്ന് ചോദിക്കാം. എങ്കിലും ഈ കുടുംബം ഈ വിധം തകർന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പം അവൻ സ്വന്തമായിട്ട് കടയും ഇടാൻ പോവുക. ഇനി ഒരിക്കലും ദേവമംഗലത്തെ പടി കടന്ന് വരില്ല എന്നല്ലേ അതിനർത്ഥം? അല്ല, അമ്മ ഇതെങ്ങനെയാ അറിഞ്ഞത് എന്ന് അപ്പം മീന് ചോദിക്കും. എന്നെ ഇന്ന് അമ്മ കാണാൻ വന്നിരുന്നു. അമ്മയാ പറഞ്ഞത് അച്ചുവേട്ടനാ അവന് കടയിട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നാ അമ്മ പറഞ്ഞത് എന്ന് പറയാം. ഒരു കണക്കിന് നല്ല കാര്യമല്ലേ അമ്മേ? മാമനും സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാ. ഇപ്പം മാമനൊരു കുടുംബമായി. സുകന്യ ചേച്ചി മാമനും അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ? അപ്പം സ്വന്തമായിട്ടൊരു കട തുടങ്ങിയാൽ അത് എന്തുകൊണ്ടും നല്ലതല്ലേ എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, അവൻ കട തുടങ്ങുന്നതിലോ സന്തോഷത്തോടെ ജീവിക്കുന്നതിലോ ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ അനിയൻ എന്നും നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നതും. പക്ഷേ അവൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയില്ലേ? ഞാനും ബാലേട്ടനും മനഃപൂർവ്വം അവനെ വേദനിപ്പിച്ചിട്ടില്ല. അവൻ തെറ്റിദ്ധരിച്ചതാ എന്ന് പറയാം. അമ്മേ, മാമൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് പോലും 25,000 രൂപയുടെ വാച്ച് വാങ്ങാൻ കാശ് എവിടുന്നാണെന്ന് അച്ഛൻ ചോദിച്ചില്ലേ? അതിനർത്ഥം എന്താ? മാമനെ കള്ളനാക്കിയത് തന്നെ അമ്മേ. മാമന് അങ്ങനെയാ കരുതിയത്. അതുകൊണ്ടാ വേദനിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയാം. എന്തായാലും എൻ്റെ കുടുംബം തകർന്നു. എൻ്റെ ധർമ്മനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. ഇതേ സമയം അച്യുതനാണെങ്കിൽ നമ്മുടെ ബാലനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ഈ സാഹചര്യം ഉപകാരപ്പെടുത്തുക. എങ്ങനെയെങ്കിലും ബാലൻ്റെ ഗോമതി സ്റ്റോർ തകർക്കണം. അതിന് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഗോമതി സ്റ്റോറിൻ്റെ എതിർവശത്തായിട്ടാണ് നമ്മുടെ ധർമ്മന് കടയിടാനുള്ള പ്രോപ്പർട്ടി മേടിക്കുന്നതും കടയുടെ പണി തുടങ്ങുന്നതും ഒക്കെ. ധർമ്മൻ ഇതിലൊന്നും കാര്യമായിട്ട് ഇടപെടുന്നുമില്ല. ഏട്ടന്മാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, തനിക്കെന്തായാലും മോശമായതൊന്നും അവർ ചെയ്തു തരാൻ പോകുന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം അതേസമയം ധർമ്മനും അറിയുന്നുണ്ട് ബാലൻ്റെ കടയ്ക്ക് മുന്നിലാണ് തനിക്ക് കടയിടുന്നതെന്ന്. അപ്പം അതിനെപ്പറ്റി അച്യുതനോടും അനന്തനോടും സംസാരിക്കുന്നുമുണ്ട്. അല്ല ഏട്ടാ, അവിടെ തന്നെ കടയിടേണ്ട കാര്യമുണ്ടോ? കുറച്ച് മാറി ഈ സിറ്റിയിൽ എവിടെയെങ്കിലും പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അച്യുതൻ പറയും, എടാ, അവിടെ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നിനക്ക് ഞങ്ങൾ അവിടെ തന്നെ കടയിട്ടത്. അല്ലാതെ ആ ബാലനെ ഉപദ്രവിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. അല്ലെങ്കിൽ തന്നെ ഒരു നാട്ടിൽ അടുപ്പിച്ചടുപ്പിച്ച് എത്ര കടകൾ വരുന്നു എന്നും കരുതി ആരും കട തുടങ്ങാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതൊക്കെ കേൾക്കുമ്പം പിന്നെ നമ്മുടെ ധർമ്മനും കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം സുകന്യയും ധർമ്മനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ധർമ്മേട്ടൻ ഇന്ന് അച്ചുവേട്ടനോടും അനന്തേട്ടനോടും അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അവിടെ ദേവമംഗലത്തുള്ളവരുമായിട്ടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ചല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ല, നമ്മൾ ഇനി മറ്റുള്ളവരുടെ സൗകര്യം നോക്കി കട തുടങ്ങാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ബാലേട്ടൻ്റെ കട അവിടെ ഉണ്ടെന്നും കരുതി ധർമ്മേട്ടൻ അവിടെ കട തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുക. എങ്കിലും സുകന്യെ, അത് ശരിയാണോ എന്ന് ചോദിക്കുക. അളിയനോട് എനിക്ക് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട് എന്നും കരുതി അവരാരും ദ്രോഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. ഇതെങ്ങനെയാണ് ധർമ്മേട്ട ദ്രോഹമാകുന്നത്? അവിടെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് അച്ചുവേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പം പിന്നെ അവിടെ തന്നെ കട തുടങ്ങുമല്ലേ എന്തുകൊണ്ടും നല്ലത്. നല്ല കച്ചവടം കിട്ടുന്ന സ്ഥലമാണ് താനും. അല്ലെങ്കിൽ തന്നെ ധർമ്മേട്ടൻ കട തുടങ്ങിയെന്ന് കരുതി എങ്ങനെയാ ബാലേട്ടൻ്റെ കച്ചവടം കുറയാൻ പോകുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സുകന്യ ധർമ്മനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അക്കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് ഏട്ടന്മാരെ കൂടി വെറുപ്പിക്കണ്ട എന്ന് ധർമ്മനും തീരുമാനിക്കുകയാണ്.
അങ്ങനെ ധർമ്മൻ്റെ കട പണി തുടങ്ങുന്നതറിയുന്ന ബാലന് ഒരുപാട് സങ്കടം തോന്നുക. എല്ലാവരും കൂടി തന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ബാലൻ കരുതുകയാണ്. അപ്പോൾ വളരെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയാണ് വീട്ടിലേക്ക് കയറി വരുന്ന ബാലനെ കാണുന്ന ഗോമതി ചോദിക്കും, എന്തു പറ്റി ബാലേട്ട, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, ധർമ്മൻ അവൻ എന്നെ പൂർണ്ണമായിട്ടും വെറുത്തുന്ന തോന്നുന്ന ഗോമതി, എന്നെ തോൽപ്പിക്കാൻ തന്നെയാണ് അവൻ്റെ ഭാവം എന്ന് പറയാം. ധർമ്മൻ എന്ത് ചെയ്തെന്നാ ബാലേട്ടനെ പറയുന്നത്? അവൻ പുതിയ കട തുടങ്ങാൻ പോകുന്നു. ഞാൻ ഇക്കാര്യം അറിഞ്ഞിരുന്നു. നീ അറിഞ്ഞിരുന്നോ എന്ന് അപ്പം ബാലൻ ഗോമതിയോട് ചോദിക്കും കേട്ടോ. അതെ, അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അവൻ എത്ര നാളെന്ന് വെച്ചാൽ കൃഷ്ണമംഗലത്ത് ഒരു ജോലിയും ചെയ്യാതെ നിൽക്കുന്നേ. അവനും സ്വന്തം കാലിൽ നിൽക്കട്ടെ, അതുകൊണ്ട് അവന് കടയിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്ന് അമ്മ എന്നോട് പറഞ്ഞു എന്ന് ഗോമതി പറയാണ് കേട്ടോ. അവൻ കടയിടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കൂടെ നിന്ന് വളർന്നവനാ. അവന് പലചരക്ക് കടയിലെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. അവന് പറ്റിയൊരു മേഖലയോ അവൻ്റെ കട എവിടെയാ വരുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കാം. അപ്പം എവിടെയാ എന്ന് ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് എല്ലാവരും ഉണ്ട്. അവൻ കട തുടങ്ങാൻ പോകുന്നതേ ഗോമതി സ്റ്റോറിൻ്റെ എതിർവശത്ത എന്ന് പറയാം. അത് കേൾക്കുന്ന ഗോമതി മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുക. മാമൻ്റെ കട അവിടെയാണോ തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ആനന്ദും ആര്യനും ഒക്കെ ചോദിക്കാൻ കേട്ടോ. അതെ, എന്നെ തോൽപ്പിക്കാൻ ഒരു അവസരമായിട്ട് അച്യുതൻ ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവൻ അവിടെ തന്നെ കട തുടങ്ങുന്നത് എന്ന് എനിക്കറിയാം. ധർമ്മനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണും. അല്ലെങ്കിലും ധർമ്മൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാം. ആരെന്ത് പറഞ്ഞാലും അതൊക്കെ അവൻ വിശ്വസിക്കുമല്ലോ. ഇപ്പം തന്നെ ഞാൻ അവൻ്റെ ശത്രുവാണല്ലോ എന്ന് പറയാൻ കേട്ടോ. എൻ്റെ സ്നേഹത്തെ അവന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാല സങ്കടപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോവാം. അപ്പം ഇതറിയുന്ന ഗോമതി ധർമ്മനോട് ഇക്കാര്യം എന്തായാലും സംസാരിക്കണമെന്ന് തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ധർമ്മൻ പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്ന ഗോമതി അടുത്തേക്ക് ചെല്ലുക. നിന്റെ മനസ്സിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാന്ന് നീ പറഞ്ഞപ്പം ഇത്ര പെട്ടെന്ന് നീ അത് തെളിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയാം. ചേച്ചി എന്താ ഈ പറയുന്നത്? നിങ്ങളെല്ലാവരും എന്നെയല്ലേ അവഗണിച്ചത്? എന്നെയല്ലേ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലാതാക്കിയത് എന്ന് ചോദിക്കുക. ചേച്ചിയുടെ ഭർത്താവും മക്കളും വലുതായിരിക്കും, അതെനിക്ക് മനസ്സിലാകും എന്നും കരുതി ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയനായിരുന്നില്ലേ? ഒരു തരുമ്പ് വിശ്വാസം പോലും ഇല്ലാതെ എന്നെ തഴഞ്ഞതാരാ എന്ന് ചോദിക്കുക. എടാ, നീ എന്നെയും ബാലേട്ടനും തെറ്റിദ്ധരിച്ചതാ. നിന്നെ ഒന്ന് വഴക്കു പറയാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലെന്നാണോ? അല്ലെങ്കിൽ തന്നെ നീ മോഷ്ടിച്ചെന്ന് ഞങ്ങൾ എപ്പോഴാടാ പറഞ്ഞത് എന്ന് ചോദിക്കുക. വേണ്ട ചേച്ചി, കഴിഞ്ഞതിനെപ്പറ്റി ഇനി ഒരു സംസാരം വേണ്ട എന്ന് ധർമ്മൻ തീർത്തു പറയാ. നിനക്ക് ഞങ്ങളോട് ദേഷ്യവും വൈരാഗ്യവും വാശിയും ഒക്കെ ഉണ്ടല്ലേ? അതുകൊണ്ടാകുമല്ലോ നീ ഇപ്പം ഗോമതി സ്റ്റോറിൻ്റെ മുന്നിൽ തന്നെ കട തുടങ്ങുന്നത് എന്ന് ചോദിക്കുക. ചേച്ചി, ഇത് ഞാനെടുത്ത തീരുമാനമല്ല. എനിക്ക് കട ഇട്ട് തരാമെന്ന് ഏട്ടന്മാർ പറഞ്ഞു. ഞാനതിനെ നിരസിക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കേണ്ട ചേച്ചി. ഒരു തൊഴിലില്ലാതെ ഒരു കുടുംബമുള്ള ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എനിക്ക് ഏട്ടന്മാരുടെ കൂടെ ബിസിനസ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. പിന്നെ ഗോമതി സ്റ്റോറിൻ്റെ മുന്നിൽ കടയിട്ട് തരാനൊന്നും ഞാൻ അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഏട്ടന്മാരായിട്ടാണ് അവിടെ സ്ഥലം മേടിച്ചതും കടയുടെ പണി തുടങ്ങിയതും ഒക്കെ. എനിക്ക് അവരെ എതിർക്കുന്നതിനൊരു പരിധിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ നിങ്ങളെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടുന്ന് കയറി പോവാണ് കേട്ടോ. ധർമ്മൻ്റെ അന്യനെ പോലെയുള്ള സംസാരം കേൾക്കുന്ന ഗോമതിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. അങ്ങനെ ധർമ്മൻ പൂർണ്ണമായിട്ടും കൃഷ്ണമംഗലത്തെ ധർമ്മനായിട്ട് മാറുന്നത് നമുക്ക് പോകെ പോകെ കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വരും എപ്പിസോഡിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ